Good morning. The first question is, this is a question for identifying the values of losses. That is, അതായത് ലോസ് കണ്ടുപിടിക്കുക. നമ്മുടെ പ്രീസ്ട്രെസ് ചെയ്യുമ്പോൾ പ്രീസ്ട്രെസ്സിനകത്ത് കുറച്ച് ലോസസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പഴയ പ്രോബ്ലംസിൽ പറയും, പഴയ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഴയ ക്ലാസ്സസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ കേട്ടതിനകത്ത് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. സോ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രീസ്ട്രെസ് അല്ലെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ്ങോ പ്രീ ടെൻഷനിങ്ങോ ഏത് മെത്തേഡിൽ ചെയ്താലും നമ്മൾ ഒരു 1000 സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി 1000 അതായത് എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല, കുറച്ച് താഴെ ആയിരിക്കും. മേ ബി ഒരു 900 980 വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ലോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ലോസ് ഓഫ് പ്രീസ്ട്രെസ്. സോ ആ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലമാണത്. ഓക്കെ, ഇതിനകത്ത് എ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീം 200 mm wide and 300 mm deep. സോ സൈസ് ഓഫ് ദി പ്രീസ്ട്രെസ് തന്നിട്ടുണ്ട്, ബീം തന്നിട്ടുണ്ട്. is prestressed with wires area 320 mm square. സോ പ്രീസ്ട്രെസ് വയേഴ്സ് എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല, നമ്പർ ഓഫ് വയേഴ്സ് തന്നിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഏരിയ ഓഫ് വയർ മേ ബി അത് 10 12 ചിലപ്പോൾ 4 5 ആവാം, എത്രയെങ്കിലും ആയിക്കോട്ടെ. സോ ടോട്ടൽ ഏരിയ ഓഫ് വയേഴ്സ് തന്നിട്ടുണ്ട്. ലൊക്കേറ്റഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് എക്സെൻട്രിസിറ്റി ഓഫ് 50 mm. സോ എക്സെൻട്രിസിറ്റി ഡയറക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഇതിൻ്റെ മേ ബി ഇതിൻ്റെ എഫക്റ്റീവ്ലി ഉള്ള എക്സെൻട്രിസിറ്റി വാല്യൂ ആവും. നമ്മൾ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ആസ് ലൈക്ക് ആ എക്സെൻട്രിസിറ്റി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എക്സെൻട്രിസിറ്റി 50 ആണ്. മേ ബി അത് ഏത് പൊസിഷനിൽ അലോക്കേറ്റ് ചെയ്താലും അതിൻ്റെ ടോട്ടൽ എക്സെൻട്രിസിറ്റി ഈസ് 50 mm എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ക്യാരിങ് ആൻ ഇനീഷ്യൽ സ്ട്രെസ് ഓഫ് 1000 Nm/mm square. സോ 1000 പ്രീസ്ട്രെസ്സിങ് സ്ട്രെസ് വാല്യൂ ആണ്, ദറ്റ് ഈസ് 1000 Nm/mm square ഇനീഷ്യൽ സ്ട്രെസ്. സോ ഇതിൽ നിന്നായിരിക്കും ലോസ് ക്രിയേറ്റഡ് ഉണ്ടായിട്ടുണ്ടാവുക. The span of beam is 10 meter. So beam in the span length is 10 meter. Then calculate the percentage of loss of percentage loss of stress in wires if first case the beam is pre-tensioned angle. So pre-tension. The second case is the beam is post-tensioned. So two cases are. One first case is pre-tensioned, second case is post-tensioned. The data for the using the following data already കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ES, that is Young's modulus of steel. ES means steel, E means Young's modulus. ES equal to 210 kN/mm square. The EC, that is Young's modulus of concrete, 35 kN/mm square. Okay, the next thing is relaxation of steel wire. So 5% relaxation on the steel. So നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്താലും അതിൽ റിലാക്സേഷൻ ഒരു 5% ക്രിയേറ്റ് ആവും, അത് പോസ്റ്റ് ടെൻഷനിലായാലും പ്രീ ടെൻഷനിലായാലും. ഓക്കെ, then that is relaxation. So next thing is shrinkage of concrete. So post tensionന്റെ കേസിലാണെങ്കിൽ that is 300 × 10⁻⁶ pre tension, and post tension case is 200 × 10⁻⁶ for post tension. So ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതായിട്ട് ഒരു ഫാക്ടർ ആയിട്ട് അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. So next case is creep coefficient for wave effect. That is the number of wires ഒരുമിച്ച് വരയ്ക്കുമ്പോൾ അതിനകത്തൊരു വേവ് എഫക്റ്റ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. ദാറ്റ്സ് ഡ്യൂ ടു ദാറ്റ് ഒരു creep coefficient ഉണ്ടാവും, ദാറ്റ് ഈസ് 0.0015 per meter. So ഒരു മീറ്ററിൽ 0.0015. So next creep coefficient 5. So normal creep coefficient, that is 1. So ഇത് മേ ബി മിക്ക ക്വസ്റ്റ്യനിലും ഈ വാല്യൂ തരാറില്ല. പ്രോബ്ലംസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രീപ്പ് കോഎഫിഷ്യന്റ് 5യുടെ വാല്യൂ തരാറില്ല. സോ നമ്മളിത് അസ്യൂം ചെയ്യേണ്ടതാണ്. തന്നിട്ടില്ലെങ്കിൽ ഈ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം. അതുപോലെ മേ ബി വേവ് എഫക്റ്റിൻ്റെ വാല്യൂം തരാറില്ല. ഈ 3 വാല്യൂസ് നോട്ട് ചെയ്തോളൂ. ഷ്രിങ്കേജ് നിങ്ങൾ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ദാറ്റ് ഈസ് 300 ഉം 200 ഉം × 10⁻⁶. സോ അതൊന്നും കുഴപ്പമില്ല. മേ ബി ഈ ഇപ്പോൾ ഇവിടെ നിന്നുള്ള വാല്യൂസ് ഇതെല്ലാം നോർമൽ വാല്യൂസാണ്. ഇതാണ് നമ്മൾ സാധാരണ വാല്യൂസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നില്ലെങ്കിൽ എടുക്കേണ്ട വാല്യൂസ് ഇതാണ്. ദാറ്റ് ഈസ് 5% ഫോർ റിലാക്സേഷൻ, shrinkage for concrete, pre-tensioning 300 × 10⁻⁶, 200 × 10⁻⁶ is post tension, creep coefficient wave effect 0.0015 per meter. Then creep coefficient 5 is equal to 1.0, that is maximum is 1. സോ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഇത് ബൈ ഹാർട്ട് പഠിക്കണം നല്ല മനസ്സിലാക്കി ഇത് ഈ റേഞ്ചിലായിരിക്കണം എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. ഈവൻ അസ്യൂം ചെയ്തോളം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുകയാണെങ്കിൽ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല, തന്നിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. സോ ഇത് വാല്യൂസ് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ലാസ്റ്റ് വാല്യൂസ് അസ്യൂം സ്ലിപ്പ് ആസ് 1 mm. സോ പോസ്റ്റ് ടെൻഷൻ്റെ കേസ് മാത്രമാണ് സ്ലിപ്പ് വരുള്ളൂ, സ്ലിപ്പ് 1 mm. അത് നമ്മൾ മേ ബി സംടൈംസ് ക്വസ്റ്റ്യനിൽ തരാറില്ല, സംടൈംസ് അല്ല, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും തന്നിട്ടില്ല. അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ ഇത് 1 mm നമ്മൾ എടുക്കണം. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവണം ഈവൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ,
സോ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പ്രീസ്ട്രസിങ് സ്ട്രെസ് വാല്യൂ ആണ് തന്നേക്കുന്നത്. അതിന് നമ്മൾ പ്രീസ്ട്രസിങ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് പ്രീസ്ട്രസിങ് ഫോഴ്സ്. നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 320. ദെൻ സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്, അത് 1000. സോ മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് 320 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. സോ നമുക്കത് കിട്ടി. ദെൻ പ്രീസ്ട്രസിങ് ബീമിൻ്റെ, ദാറ്റ് ഈസ് ബീമിൻ്റെ ഏരിയ. നമ്മൾ മുന്നേ പറയാറുള്ള ദാറ്റ് ഈസ് AG എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ് ഈസ് സൈസ് ഓഫ് ബീം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 200 ഇൻറ്റു 300, ദാറ്റ് ഈസ് 6 ഇൻറ്റു 10⁻⁴ mm². സോ നെക്സ്റ്റ് തിങ്, മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് IS 456 ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് 2 യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ES/EC ചെയ്താൽ മതി. സോ ES നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 210, യൂണിറ്റ് ഈസ് kN/mm², ആൻഡ് ദെൻ ഇത് EC ഈസ് 35. സോ രണ്ടും സെയിം യൂണിറ്റ് ആയതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. സോ ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ 6. ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, ദാറ്റ് ഈസ് IXX, ദാറ്റ് ഈസ് നമുക്ക് നോൺ ഇക്വേഷൻ ആണ്. That is BdQ/12. So B value is 200, that is size of beam 300 cube divided by 12. So multiply the area 45 into 10⁻⁷ mm/4. Okay, the next നമ്മൾ സ്ട്രെസ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്ട്രെസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് പോയിന്റിൽ? നമ്മുടെ റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പോയിന്റിലെ സ്ട്രെസ്. സാധാരണ നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് ഒന്നില്ലെങ്കിൽ ടോപ്പ് ഫൈബർ ഓർ ബോട്ടം ഫൈബർ. ഇപ്പോൾ ദിസ് ഈസ് എ ബീം. ഇപ്പോൾ ഇങ്ങനെ ഒരു ബീം ആണെങ്കിൽ ഇതിൻ്റെ ഈ ടോപ്പ് ഫൈബറിലെ സ്ട്രെസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഫൈബറിലെയും ടോപ്പിലും ബോട്ടത്തിലാണ് ഫൈബറിലും നമ്മൾ സ്ട്രെസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ബട്ട് നമ്മൾ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ ഇതാണ് നമ്മുടെ വയർ പാസ് ചെയ്യുന്ന പോയിന്റ് എങ്കിൽ, ഇപ്പോൾ ഇതാണ് ദിസ് ഈസ് 50 എക്സെൻട്രിസിറ്റി. ഓക്കെ, സോ ഈ പോയിന്റിലെ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ, അതായത് സ്റ്റീൽ നിൽക്കുന്ന പോയിന്റിലെ സ്ട്രെസ് വാല്യൂ എത്രയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോഴും ജസ്റ്റ് സ്ട്രെസ് എന്ന് എഴുതരുത്, സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ എന്ന് എഴുതാം. സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് at the level of steel. Okay, so നമുക്ക് ഇക്വേഷൻ അറിയാം, that is P/A, that is direct stress. Then next P/I/Y അല്ലെങ്കിൽ Z എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും നമ്മൾ. This is the equation. So then pre-stress equation is something different. നമുക്ക് എഴുതാം, അതായത് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഡെഡ് ലോഡ് ലൈവ് ലോഡിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യുന്നില്ല. ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ P/A, ദറ്റ് ഈസ് പ്രീസ്ട്രസിങ് ഫോഴ്സ്, അത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ദറ്റ് ഈസ് 320 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ഏരിയ, ദറ്റ് ഈസ് AG ഇൻറ്റു 6 into 10⁻⁴. 4 plus P is 320 into 10⁻. Okay, we can write here, that is BC. 320 into 10⁻³ into divided by 6 into 10⁻⁴, plus P value is 320 into 10⁻³ E. The question is given, that is 50, divided by I value, that is what is I? I is 45 into 10⁻⁷ divided by I/Y. Okay, what is Y? Y is the distance from the centroid from topmost or with എവിടെ നമ്മൾ ഏത് പോയിന്റിൽ നമ്മൾ ഫൈബറിലെ കണ്ടുപിടിക്കുന്നു ആ ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫൈബർ മീൻസ് ഇവിടെയാണ് അല്ലേ, ഈ സ്റ്റീൽ നിൽക്കുന്ന ഫൈബറിലേക്കുള്ള സ്ട്രെസ് വാല്യൂ. നോർമലി നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ഓർ ടോപ്പിലേക്ക് ചെയ്യാം, സെറ്റ് ടോപ്പ് ഓർ സെറ്റ് ബോട്ടം വെച്ച്. ഈ കേസിൽ നമ്മൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ്, അതായത് സ്റ്റീൽ വയർ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നു അവിടുത്തെ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സെയിം ആസ് E അല്ലേ, ദാറ്റ് ഈസ് 50. Okay, then we can solve this one and we will get 7 Newton/mm². Okay, so the next case,
Next thing, first നമ്മൾ ലോസസ് സ്റ്റാർട്ട് ചെയ്യണം. ലോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ലോസസ് ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. അതായത് നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം, ദാറ്റ് ഈസ് പ്രീ ടെൻഷൻ ഒന്ന് അസ്യൂം ചെയ്യാം. രണ്ടും ചോദിച്ചിട്ടുണ്ട്. കേസ് 1 ദാറ്റ് ഈസ് പ്രീ ടെൻഷൻ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലോസ് ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ലാസ്റ്റ് 2-3 മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണത്. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ആൽഫ ഇ ഇൻറ്റു എഫ് സി. വാട്ട് ഈസ് എഫ് സി? എഫ് സി ഈസ് സ്ട്രെസ് at the level of steel, that is FC. So alpha is the modulus അതായത് നമ്മുടെ modulus ratio, അതായത് നമ്മുടെ രണ്ട് ഇലാസ്റ്റിക് മോഡുലസ് യങ്സ് മോഡുലസ് തമ്മിലുള്ള റേഷ്യോ, that is 6 into FC value is 7, so 42. Okay, then second case, relaxation of steel. In steel. So ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വേറെ മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് 5% തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ്. ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്ട്രെസ് വാല്യൂ ഈസ് 1000. അതൊന്ന് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്ട്രെസ്. So 1000, that is 50 Newton per mm square. This is also Newton per mm square. Then next thing, creep of concrete. Third one, creep of concrete. Equation is 5 FC into alpha E. 5 വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യും. ഒന്ന് ഇപ്പോഴത്തെ കേസിൽ ക്വസ്റ്റിൽ തന്നിട്ടില്ലായിരുന്നെങ്കിൽ ദാറ്റ് ഷുഡ് ബി 1 ആയിട്ട് അസ്യൂം ചെയ്യും, 1.0. ദെൻ എഫ് സി വാല്യൂസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 7, എക്സ് ദാറ്റ് ഈസ് 6. സോ ദാറ്റ് ഈസ് ഓൾസോ 42. Okay, the next case, shrinkage of concrete. Equation is epsilon c, that is shrinkage, into es. So this case pre-tensional epsilon the value is 300 into 10 power 6 into, that is es is 200 into 10 power 3. Okay, then the alpha value actually we are taking as 1.0. In question it's given as 1.6. I mistakenly written there is 1.0. Actually 1.6 is given there. So the actual value is 67.20. Okay, then we can come to the shrinkage of concrete, that is epsilon c into es. So the value is 63. The next one, slip at anchorage. That is, slip means it will happen only in the case of post tension. Right now we are considering on pre-tension. So it will happen only in post tensioning only. When it is pre-tensioning, the slip at anchorage, that is 0 or nil. Sometimes we can write as not applicable. Okay, next one is friction effect. Friction effect.
This also is same as slip. We are considering right now as pretension. Pretension, it will not happen friction effect because it's after fixing the wire and all other things only we are providing concrete. That is, നമ്മൾ സ്റ്റീലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഫോം ചെയ്യില്ല. നേരെ മറിച്ച് കോൺക്രീറ്റ് ഫോം ചെയ്ത ഒരു ഡക്റ്റ് മാത്രം എടുത്തിട്ട് പിന്നെ ഡക്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വയേഴ്സ് കേബിൾസ് വലിക്കുകയാണെങ്കിൽ പുൾ ചെയ്താൽ നമുക്ക് ഈ ഫ്രിക്ഷൻ എഫക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ ഫ്രിക്ഷൻ എഫക്റ്റ് ഫോം ചെയ്യില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ നിൽ ഓർ നോട്ട് അപ്ലിക്കബിൾ നമുക്ക് എഴുതാം. സോ നെക്സ്റ്റ് വൺ, സോ 6 കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ ലോസ്. ഈ 6 നമ്മൾ ആഡ് ചെയ്യുക. So the total value is 222.20 Newton per mm square. This is the total value. So next thing, percentage of loss in stress ചോദിച്ചിട്ടുണ്ട്. So percentage of loss in stress, that is 222.20 divided by initial stress നമ്മൾ provide 1000 Newton per mm square, ഇവിടെ Newton per mm square into 100, that is 22.2% ആണ് ലോസ് ഓഫ് സ്ട്രെസ് ഇതിനകത്ത് ഫോം ചെയ്യുക. ഓക്കെ, സോ കേസ് 1 കഴിഞ്ഞു. കേസ് 1 നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ദാറ്റ് ഈസ് പ്രീ ടെൻഷൻ്റെ ആണ് നമ്മൾ കൺസിഡർ ചെയ്ത കേസ് 1. ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഡ്യൂ ടു കോൺക്രീറ്റ്. ഇക്വേഷൻ ആൽഫ ഇൻറ്റു എഫ് സി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. നമ്മൾ ഓൾറെഡി അപ്പുറത്ത് കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് 7. ആൽഫ ഈ 6, that is equal to 42 Newton per mm square. Then second one, relaxation of steel. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും എത്ര പെർസെൻറ്റേജ് ആണ്. അത് ഓഫ് ഇനീഷ്യൽ സ്ട്രെസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ഇനീഷ്യൽ സ്ട്രെസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 5% ഓഫ് 1000, that is 50 Newton per mm square. നെക്സ്റ്റ് ഇസ് ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. 5 വാല്യൂ നോർമൽ 1 ആണ് വരിക. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടെങ്കിൽ that is 1.6, മേ ബി 1.6 1.8 ആ റേഞ്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ റേഞ്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്യാം. മേ ബി 1.6 എടുത്താലും തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ 1 എടുത്താലും ഓക്കെ. കണ്ണ് താഴെ എഴുതണ്ട. So 1.6 question തന്നിട്ടുണ്ട്. സോ ആ വാല്യൂ തന്നെ എടുക്കുക. ദാറ്റ് ഇസ് എഫ് സി വാല്യൂ 7 ആൻഡ് ആൽഫ ഇസ് ദ സ്മോളർ റേഷ്യോ, ദാറ്റ് ഇസ് 6. സോ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഇസ് വാല്യൂ ഇസ് Newton per mm square. The next shrinkage of concrete, that is epsilon c into EC. സോ ഇവിടെ പ്രീ ടെൻഷൻ്റെ 300 × 10⁶ ഇല്ലെങ്കിൽ നമുക്ക് മുന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വാല്യൂ തന്നുകൊണ്ട് ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു ES. സോ ദാറ്റ് ഈസ് ഓൾസോ 63 Newton per mm square. സോ സ്ലിപ്പ് അറ്റ് ആങ്കറേജ് അത് നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് പ്രീ ടെൻഷൻ്റെ കേസിൽ അത് വരില്ല, ഉണ്ടാവില്ല. അതുപോലെ ഫ്രിക്ഷൻ എഫക്റ്റും പ്രീ ടെൻഷൻ്റെ കേസിൽ ഉണ്ടാവില്ല. ദെൻ ബാലൻസ് ഇപ്പോൾ ഈ 4 6 2 ഉണ്ടാവില്ല, ബാക്കി 4 എല്ലാം കൂടെ ആഡ് ചെയ്തു. സോ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. സോ നമുക്ക് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇനീഷ്യൽ വാല്യൂ ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ ഡിവൈഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100. സോ 22%. ദാറ്റ് ഈസ് ഫസ്റ്റ് കേസിലെ ലോസ് ഓഫ് സ്ട്രെസ്. സോ നമുക്കിനി സെക്കൻഡ് കേസിലേക്ക് പോകാം. സെക്കൻഡ് കേസിൽ ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് ടെൻഷൻ്റെ ആണ്. നമ്മളിപ്പോൾ ചെയ്തത് പ്രീ ടെൻഷൻ്റെ ആയിരുന്നു. നെക്സ്റ്റ് കേസ് ഈസ് പോസ്റ്റ് ടെൻഷൻ. കേസ് 2. പോസ്റ്റ് ടെൻഷൻ. സോ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ പോസ്റ്റ് ടെൻഷൻ്റെ കേസിൽ നടക്കില്ല. അതായത് കോൺക്രീറ്റിലാണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. പോസ്റ്റ് ടെൻഷൻ്റെ കേസിൽ കോൺക്രീറ്റ് 28 days ഓഫ് ക്യൂറിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും പ്രീ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 28 daysനകത്ത് ഇലാസ്റ്റിക് ഡിഫോർമേഷൻസും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. സോ അതിനുശേഷം അവിടെ പ്രോബ്ലംസ് ഉണ്ടാവില്ല. സോ ദിസ് ഈസ് നിൽ. സോ ദ സെക്കൻഡ് കേസ്, relaxation of stress in steel. ഇത് 2 കേസിലും നടക്കും. അതായത് പോസ്റ്റ് ടെൻഷനിലും നടക്കും, പ്രീ ടെൻഷനിലും നടക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ 5% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു
5% of 1000, that is 50 Newton per mm square. Next is creep of concrete. Okay, creep concrete നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ എഴുതുന്നത്, that is 5fc alpha 5യുടെ വാല്യൂ 1.6 എന്ന് പറഞ്ഞിരുന്നു. ദ സെയിം തിങ് ഇവിടെയും വ്യത്യാസമൊന്നുമില്ല, ക്രീപ്പിൻ്റെ കേസിൽ രണ്ടും ഒന്ന് തന്നെ. that is 1.6 into 7 into 6, that is 67.20. Next thing is shrinkage of concrete. Shrinkage of concrete equation നേരത്തെ എഴുതാൻ, that is epsilon c into es, but epsilon c is different ആണ്. That's Posttension അത് 200 into 10 power 3 അല്ല -6. So the value is 200 into 10 power -6 into es value is 210 into 10 power 3. So the value is 21 Newton per mm square. Next is slip at anchorage. What is anchorage? We already submitted an assignment for the type of anchorages and other things. So പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആങ്കറേജ് എന്താണ്. ആങ്കറേജ് എന്ന് പറഞ്ഞാൽ പോസ്റ്റൻഷൻ്റെ കേസിൽ ആ കേബിൾ രണ്ട് എൻഡിലും പോയി ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ എല്ലാ ടൈപ്പിനും കോമൺ ആയിട്ട് നമ്മൾ ആങ്കറേജ് എന്ന് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ ഡിഫറെൻറ്റ് പേരുകളിൽ പറഞ്ഞിരുന്നു. അത് നമ്മൾ നമ്മൾ അസൈൻമെൻറ്റ് എഴുതിയിരുന്നു. അതിൻ്റെ വിത്ത് ഡയഗ്രാംസ് ഒക്കെ ആയിട്ട് നമ്മൾ അസൈൻമെൻറ്റ് എഴുതിയിരുന്നു. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കാം. ഓക്കെ, ദെൻ ES ഡെൽറ്റ ബൈ L. ഡെൽറ്റയാണ് സ്ലിപ്പ്. ES എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, L എന്ന് പറഞ്ഞാൽ സ്പാൻ ലെങ്ത്. സോ ഇവിടെ നമുക്ക് ES ദാറ്റ് ഈസ് 200 ആണോ, 200 അല്ലേ, മേ ബി ആയിരിക്കും. 200 into 10 power 3 into L. മിനിമം നമ്മൾ 1 mm എടുക്കണം, മിനിമം. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ, ഇല്ലെങ്കിൽ 1 mm. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 1 mm തന്നെ തന്നേക്കണത്, ഡിവൈഡഡ് ബൈ 10 power 3. സോ വാല്യൂ ഈസ് 21 Newton per mm square. The next one is friction effect. ഫ്രിക്ഷൻ എഫക്റ്റ്. സോ ഈ കേസിൽ നമുക്ക് ഫ്രിക്ഷൻ എഫക്റ്റ് വരും. പ്രീ ടെൻഷൻ്റെ കേസിൽ നമ്മൾ ചെയ്തിരുന്നില്ല, ബിക്കോസ് അതിന് ശേഷമാണ് വയറുകൾ വലിക്കണമെന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് പോസ്റ്റ് ടെൻഷനിൽ ശേഷമാണ് വലിക്കുന്നത്, പ്രീ ടെൻഷനിൽ അതിന് മുന്നേ വലിച്ചിട്ടുണ്ടാവും. സോ ശേഷം ആയതുകൊണ്ട് ആ വാല്യൂ ഉണ്ടാവും, ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്ട്രെസ് ഇൻറ്റു കെ, അതായത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. നമുക്കൊരു വേവ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു കോഎഫിഷ്യൻ്റ് നമുക്ക് തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ, that is 0.0015 എന്ന് പറഞ്ഞിട്ട്. that is initial stress value is 1000 into 0.0015 into L value is 10 മീറ്ററിലാണ് പ്രൊവൈഡ് ചെയ്യുക, ബിക്കോസ് കെ വാല്യൂ അല്ലെങ്കിൽ 0.0015 പെർ മീറ്ററിലാണ് തന്നേക്കണേ. അതുകൊണ്ട് ഇത് മീറ്ററിൽ തന്നെ കൊടുക്കണം, എന്നാലാണ് അത് മൾട്ടിപ്പിൾ ആവുള്ളൂ. സോ ഈ രണ്ടും കൂടെ കമ്പൈൻഡ് ആണ്, ദിസ് ഇസ് ഇൻ പെർ മീറ്റർ ഇൻറ്റു മീറ്റർ, അപ്പോഴാണ് ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഇനീഷ്യൽ സ്ട്രെസ് Newton per mm സ്ക്വയറിലാണ്, അതങ്ങനെ തന്നോട്ടെ. ഇതിലത്തെ മീറ്റർ ക്യാൻസൽ ആവാൻ വേണ്ടി ഇവിടെ മീറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറയണത്. ഓക്കെ, സോ 15 Newton per mm square. ദെൻ ടോട്ടൽ ലോസ്. എല്ലാം കൂടെ ആഡ് ചെയ്യാം, ആറിനും ആഡ് ചെയ്യാം. സോ 195.20 Newton per mm square. So next, percentage of loss of stress. Percentage of loss of stress, that's equal to 195.20 divided by 1000. That is initial stress, that is 19.52. That's into 100 more. 19.52%. That's all. സോ രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞ ഫസ്റ്റ് കേസിൽ സെക്കൻഡ് കേസിൽ നമുക്ക് 19.252 കിട്ടും. ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയ വാല്യൂ ഈസ് 22.2. സോ ഫസ്റ്റ് കേസ് ഈസ്
pre-tension and second case is post-tension. So pre-tension loss കൂടുതലായിരുന്നു, post-tensionൽ loss കുറവാണ്. So just compare, maybe question paper compare both to pre-tension and post-tension എന്ന് പറഞ്ഞാൽ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുക, then ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം which one is higher and which one is lower. That's all.